നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും ഫലത്തെയും ഒക്കെ ബാധിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു കത്രിക ഒരു സ്ത്രീയുടെ വയറ്റിൽ അകപ്പെട്ടു. അത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. മാർഷലെ, ഇത് ഹർഷീനയുടെ കോഴിക്കോടൊരു സംഭവം ഉണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവം. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയിരിക്കുന്നു. 5 വർഷത്തിന് ശേഷം 5 വർഷം ആ സ്ത്രീ ആ കത്രികയും കൊണ്ട് നടന്നു. നമ്മൾ നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നു, പക്ഷേ ഇത് എന്ത് തരം നമ്പർ 1 ആണിത്? സാധാരണ നമ്മൾ പറയും ഡോക്ടർ അകത്തുണ്ട് എന്നുള്ളത്, പക്ഷെ ഇപ്പോൾ മാറി കത്രിക അകത്തുണ്ട് എന്നുള്ള ലൈനിലേക്കാണ് ഇത് രണ്ടാമത്തെ കേസ് വരുന്നത്. ഇത് 2 എന്നുള്ളതല്ല. അതിൻ്റെ കാരണം കൈമാറി ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. ഇത് 2 എന്നല്ല, ഇനി എത്ര പേരുടെ വയറ്റിൽ ഇതുപോലെ കണ്ടെത്താനുള്ളത് ഇനിയും വേറെ ഉണ്ടാവും. അതിനകത്ത് ഞാൻ കേട്ടത് രസകരമായ ഒരു കാര്യം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കത്രിക 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തി എന്നുള്ള ഒരു പരാമർശമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ആരോഗ്യ കേരളത്തെ നമ്പർ 1 ആണ് എന്ന് അഭിമാനിക്കുന്നതാണ്. അതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വീഴ്ചകളും സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളും അതികഠിനമായി ഇപ്പോഴും തുടരുകയാണ്. ഒരു സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയാണ്. അപ്പോൾ ആ സിസ്റ്റം നന്നാക്കാത്തത് ആരുടെ പ്രശ്നമാണ്? അത് ഈ സർക്കാരിൻ്റെ പ്രശ്നമാണ്. സർക്കാരാണ് ഈ സിസ്റ്റം നന്നാക്കി കൊണ്ടുപോകേണ്ടത്. അതിൽ ഡോക്ടർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. OP ബേഷ്കർ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് പല വിഷയങ്ങളിനകത്ത് പറയാനുണ്ടാകാം. അവരുടെ ജോലി തിരക്കിൻ്റെ പ്രശ്നം ഉണ്ടാക്കാം, അവർക്ക് ആവശ്യത്തിന് ഡോക്ടർമാരും ഡ്യൂട്ടി നേഴ്സുമാരും ഇല്ലാത്തതിൻ്റെ വിഷയങ്ങളുണ്ടാകാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഭരണകൂടമാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടം ഇത് പരിഹരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നത്തിന് ഇരകളാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇനിയും ഇതൊരു സ്വകാര്യ ആശുപത്രിയിലെ കേസല്ല. വളരെ തീരെ നിർധനരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണ മനുഷ്യന്മാർ അവിടെ എത്തുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ OP ബഹിഷ്കരണ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ ഒരാൾ വരുന്നു. ആ ആളുടെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മുഴുവൻ പൊട്ടിയ നിലയിലാണ്. ഡോക്ടർ പറഞ്ഞത്ര ഇങ്ങനെയാണെന്ന് അത് വിശ്വസിച്ച് പോവുകയാണ്. നമ്മളിതൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ എന്തൊക്കെ ബഹളങ്ങൾ അവിടെ ഉണ്ടാകാം. അപ്പോൾ ഈ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത്. ഒരു ഡോക്ടർ പറയുന്നു 10-50 കൊല്ലം കടന്നാലും ഒരു കുഴപ്പമില്ല, കത്രികയല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും. ഇതൊക്കെ എത്രമാത്രം വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇത് ഒരാളുടെ വീഴ്ചയല്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി നിലയിൽ KK ശൈലജ ടീച്ചർ വളരെ നല്ല ആരോഗ്യമന്ത്രിയാണെന്ന് നമ്മൾ പറയും. പക്ഷേ കത്രിക, പഞ്ഞി തുടങ്ങിയിട്ടുള്ള മുള്ളുമുരുക്ക് എല്ലാവരുടെ വയറ്റിൽ കിടക്കുകയാണെങ്കിൽ അതൊരു നല്ല ആരോഗ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റില്ല. വീണ ജോർജ് ഇത്തരം കാര്യങ്ങളിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അതനുസരിച്ച് പരിഹരിക്കുകയും വേണം. 9 വർഷമായി ഇനിയും നിങ്ങളിത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ആ ഒരു ചോദ്യം ഇവർ നിൽക്കുകയാണ്. ഇതിനകത്ത് ഈ ഡോക്ടർമാരുടെ സെൻസിറ്റിവിറ്റി ഇല്ലായ്മ, അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർമാർ നമ്മുടെ രോഗം ഭേദമാക്കുന്ന ആൾക്കാരാണ്, ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ പലപ്പോഴും മുന്നിലിരിക്കുന്ന രോഗികളോട് അവരും മനുഷ്യരാണെന്നുള്ള രീതിയിൽ ഈ ഡോക്ടർമാർക്ക് ഇതെല്ലാം കണ്ട് പരിചയമുണ്ട്. അവർ ഈ രോഗത്തെയും ഇതിൻ്റെ എല്ലാത്തരം കാര്യങ്ങളെയും അറിയാവുന്നവരാണ്. പക്ഷേ മുന്നിലിരിക്കുന്നവർ അവരുടെ ആ മാനസികാവസ്ഥയെ മനസ്സിലാക്കാതെ പറയുന്നതും ഒക്കെയുള്ള കാര്യം. ഇപ്പോൾ ഈ ഡോക്ടർ ലളിതാംബിക, ആദ്യം ഈ ഡോക്ടർ ലളിതാംബികയാണ് ചെയ്തതെന്നാണ് വിചാരിച്ചത്. ഡോക്ടർ ലളിതാംബികയുടെ ആദ്യ പ്രതികരണം, ഇത് കത്രിക വയറ്റിലിരുന്നാലും എത്ര നാളിരുന്നാലും കുഴപ്പമില്ല, ഇതെന്താ ഇപ്പം കങ്കാരു മനുഷ്യനെ അല്ലെങ്കിൽ കങ്കാരു കുട്ടിയെ വയറ്റിൽ കൊണ്ടു നടക്കും എന്ന് പറയുന്ന പോലെ മനുഷ്യന് അത്തരത്തിലുള്ള വയറ്റിൽ കത്രയും കൊണ്ട് നടക്കുന്ന ജീവിയൊന്നുമില്ലല്ലോ, എത്ര നാൾ? ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ഇത്ര ഇൻസെൻസിറ്റീവായിട്ട് ഡോക്ടർമാർക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? ഇപ്പം നേരത്തെ മാർഷൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം. അപ്പം കേരളം നമ്മൾ എപ്പോഴും ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പറയാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ആ ഒരു ടാഗ് ലൈൻ നമ്മൾ കേട്ടു തുടങ്ങിയത് കോവിഡ് കാലത്താണ്. LDF UDF മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യമാകാൻ പ്രധാന കാരണം ആരോഗ്യ വകുപ്പ് കോവിഡ് കാലത്ത് നൽകിയ കരുതലും കൈത്താങ്ങും തന്നെയാണ്. അവിടെ നിന്ന് ഇപ്പം ഇന്നലെയാണ് നമ്മൾ ഇരുണ്ട കാലത്തെക്കുറിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ VS ശിവകുമാറിൻ്റെ കാലത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ മാത്രം നമുക്ക് എത്ര ഉദാഹരണങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു, എന്തൊരു വേദനയായിരുന്നു ആ സമയത്ത്. അവിടെ ആരോഗ്യമന്ത്രി എത്തി മാധ്യമങ്ങളോട് ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് കിടക്കുന്ന കെട്ടിടത്തിനിടയിൽ ബിന്ദു കിടക്കുന്നുണ്ട്. അവിടെ ആ സമയത്ത് PR വർക്കാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി നടത്താൻ ശ്രമിച്ചത്. അവിടെ രക്ഷാപ്രവർത്തനത്തിലല്ല ഊന്നൽ നൽകിയത്. അപ്പോൾ ലളിതാംബികയുടെ കാര്യം പറഞ്ഞത്, ഈ മകൻ ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഡോക്ടർ ലളിതാംബികയെ പോയി കണ്ടു എന്ന് പറയുന്നത്. അവരല്ല ചെയ്തത്, ഡോക്ടർ ഷാഹിദയാണ് സർജറി ചെയ്തത്. പക്ഷെ എന്നാലും 5 വർഷക്കാലമാണ്. അവരൊരു തൊഴിലുറപ്പ് ജീവനക്കാരിയാണ്. ആ കുടുംബം പോറ്റാൻ വേണ്ടി ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്, ഇവരെ തൊഴിലുറപ്പ് ആ രീതിയിൽ ജോലിക്ക് പോകുന്ന നിർധനരായ കുടുംബമാണ്. ഇത്രയും വേദന ഇന്നലെ നമ്മളോട് മാധ്യമങ്ങൾ ഒരു നിവൃത്തിയില്ലാതെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. കാരണം ആദ്യം പോയപ്പോൾ ഇത് വേറൊരു ഡോക്ടറാണ് എക്സ്റേ ചെയ്യാൻ പറയുന്നത്. എക്സ്റേ ചെയ്തപ്പോഴാണ് കത്രികയാണെന്ന് കണ്ടെത്തുന്നത്. ഈ ഇതും കൊണ്ട് വണ്ടാനത്തേക്ക് വീണ്ടും പോകണം. അപ്പം മറ്റൊരു ദിവസം വന്നാൽ മതി, കുഴപ്പമില്ല.
ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ട്, അഡ്മിറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല. പോയിക്കോളൂ, നിങ്ങൾക്ക് പിന്നൊരു ദിവസം മതി. കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണം കൂടി കുടുംബം നടക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയാണ്, സർക്കാർ ഡോക്ടർമാരാണ്, വീട്ടിൽ പോയി പലതവണ കണ്ടു, പൈസ കൊടുത്തിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടർ അങ്ങനെ പണം വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ ആ ഡോക്ടറെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ലാന്നാണ് ഡോക്ടർ ലളിതാംബിക രാവിലെ പറഞ്ഞത്. എന്നാൽ ഇപ്പം നോക്കും, നമ്മളെ ആ പൊസിഷനിൽ ഇപ്പം ആരെയാണെങ്കിൽ നമ്മളെ ആ പൊസിഷനിൽ ഒന്ന് നിർത്തി വെക്കുക. 5 വർഷക്കാലം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ലോഹമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ഇത് ബ്ലണ്ട് ഒബ്ജക്റ്റ് ആണ്, കത്രികയല്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ തെറ്റാണ്. ഇപ്പം അതിന് പറയുന്നൊരു ന്യായീകരണം കോവിഡ് കാലമാണ്. ഇപ്പം ഡോക്ടർ ഷാഹിദ് പറഞ്ഞ ആ സമയം 2020 മെയ്, ആ കാലഘട്ടം കോവിഡ് കാലമാണ്. അന്ന് ജീവനക്കാരുടെ കുറവുണ്ട്, അതുകൊണ്ട് ചിലപ്പം ഒരു പിഴവ് പറ്റിയേക്കാം, അവർക്ക് അപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഒരു സർജറി സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ഒരു സർജറിക്ക് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോയ ഉപകരണങ്ങൾ, അത് കഴിഞ്ഞൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അത് സ്റ്റാഫ് നഴ്സാണ് ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർ ഷാഹിദ് പറയുന്ന ആ ദിവസം സ്റ്റാഫ് നഴ്സേ ഇല്ല ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ. ഡോക്ടർ ലളിതാംബിക പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ബോർഡിൽ എഴുതി വെക്കുക, എത്ര എണ്ണം ഉപയോഗിച്ചു, അതെല്ലാം തിരിച്ചുണ്ടോ എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തേണ്ടത് ഫ്ലോർ നഴ്സിന്റെ ചുമതലയാണ്. ഫ്ലോർ നഴ്സ് എന്ന് പറയുന്ന സംവിധാനമേ സർക്കാർ സംവിധാനത്തിൽ ഇല്ലാന്ന് പറയും. അത് ശരിയാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, വേണുവിന്റെ കാര്യം ഓർമ്മയുണ്ട്, വന്നു കൊല്ലത്ത് നിന്ന് മരിച്ചു. നമ്മൾ നമ്പർ വൺ എപ്പോഴും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥം ഒരു കാലത്ത് നമ്പർ 1 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അല്ലാതെ ഇങ്ങനെ വരുന്ന സംഭവങ്ങളെല്ലാം രാഷ്ട്രീയമായി ക്യാപ്സ്യൂൾ കൊണ്ട് പ്രതിരോധിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. അതിനനുസരിച്ച് നമ്മൾ ഉയരണം. അതിന് വിമർശനങ്ങളെ സർക്കാർ പോസിറ്റീവായി കാണണം. രണ്ടാമത്തെ കാര്യം, ഡോക്ടർമാർ ഇന്ന് ഡോക്ടർ വിശദീകരിക്കുമ്പോൾ ആ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും അവർ രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസ് മാത്രമാണ് പറയുന്നത്. രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ രോഗിക്ക് എന്താ അവകാശമുണ്ട് ഇവിടെ? ഡോക്ടർമാർക്ക് അവകാശമുണ്ട്, ആശുപത്രി സംരക്ഷണ നിയമമുണ്ട്, ആശുപത്രി കെട്ടിയ ആളുകൾക്ക് നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ട്, ഡോക്ടർക്ക് നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ രോഗിക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? കൈപോയ കുട്ടിയുടെ അമ്മ സമരം ചെയ്യേണ്ടി വരുന്നു, വയറ്റിൽ കത്രിക കുടുങ്ങിയ ആർഷിന സമരം ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഒരു ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് വിധേയമായി, പണമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോയി ചികിത്സയ്ക്ക് വിധേയമായി എന്ന ഒരൊറ്റ കുറ്റം കൊണ്ട് സമരം ചെയ്ത് 5-10 വർഷം സർക്കാരിന് ഏറ്റവും അവസാനം ചികിത്സാ പിഴവ് വന്നാൽ അത് അന്വേഷിക്കുന്നതും ഈ ഡോക്ടർമാർ ചേരുന്ന സമിതിയാണ്. അവിടെയും നമ്മുടെ പൊതുസമൂഹത്തിന് ഒന്നും അറിയില്ല. അത് മാത്രമല്ല, ഈ ഇരകളുണ്ടല്ലോ, ഈ അനുഭവിക്കുന്നവർ രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ്. ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അവർക്ക് വേറെ ആളുകളില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണപക്ഷം അവരെ സപ്പോർട്ട് ചെയ്യും. ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് ആരൊക്കെയാ? ചെന്നിത്തല ഓടിയെത്തി, ഷാനിമോൾ ഉസ്മാൻ ഓടിയെത്തി. ശരിയാണ്, പ്രതിപക്ഷത്തെ അതെത്തും സമരം, പ്രതിഷേധം, ധർണ എല്ലാം നടക്കുന്നു. പക്ഷെ അതിനപ്പുറം ഈ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തുകയും. ഇന്നലെ ആ മകന്റെ പ്രതികരണത്തിലുണ്ട്, ഈ കത്രിക കണ്ടപ്പോഴും അവർ ആദ്യം വീണ്ടും സർക്കാർ ആശുപത്രിയിലേക്ക് തന്നെയാണ് പോയത്, ആ ഡോക്ടർ അടുത്തേക്ക് പോയി, ഒരിക്കൽ കൂടി അവർ വിശ്വസിച്ചു. പക്ഷെ അവിടുന്ന് പോലും അവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല. എന്നിട്ടാണ് മറ്റൊരു വഴിയും ഇല്ലാതെയാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുറം ലോകം അറിയണമെന്ന്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ആശുപത്രി ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഇതുവരെയും ഡോക്ടർമാർ തെറ്റ് സംഭവിച്ചിട്ടായി എന്റെ അനുഭവം. ശിക്ഷിക്കപ്പെടുന്ന പോട്ടെ, ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. എന്താണ് ആര്യ അടുത്ത വാർത്താ വിശേഷം? നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്ന ഒരു വിഷയം, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒന്നിക്കുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ചാണ് കേരള സ്റ്റോറി 2. കുറച്ച് ദിവസം മുൻപാണ് അതിന്റെ പുതിയ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. കേരളം പലതരത്തിൽ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ട്രോളുകളായി മറുപടി കൊടുക്കുന്നുണ്ട്, പോസ്റ്റുകളായി മറുപടി കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എന്തായാലും ഒരുമിപ്പിക്കാൻ ഈ കേരള സ്റ്റോറിയുടെ ട്രെയിലറിന് കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം, ഇതിപ്പം ട്രോളുകളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം മറുപടി കൊടുത്താൽ മതിയോ എന്നുള്ളത്, ആരാണ് ഇതാണ് കേരള എന്നിവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഈ ജാതി, ബീഫ്, ഭക്ഷണം ഇതൊക്കെ വിറ്റ് പോകുമായിരിക്കും. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം നമുക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ കൊണ്ടോ, പ്രതിപക്ഷ നേതാവ് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതിനെതിരെ എതിർക്കുമെന്ന് പറയുന്നതിന് കൂടെ അവിടെ നിർത്തിയാൽ പോരാ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് 1ാം തവണയല്ല. അപ്പൊ BJP ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ ഒക്കെ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. സിനിമയിലൊരു കഥാപാത്രം ജാനകി എന്ന് പേരിട്ടില്ല. ബീഫ് എന്നൊരു സിനിമ ഉണ്ട്, ബീഫ് ബിരിയാണിയുടെ രംഗം
കട്ട് ചെയ്ത് സിനിമയില്. അപ്പം ആ സമയത്തൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോ എന്തായാലും ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവല് അതിന്റെയൊക്കെ ഒരു വലിയ മേളം തന്നെ കേരളത്തിൽ നടക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബീഫ് ഒരു രാഷ്ട്രീയമാകും. മാത്രമല്ല കേരള സ്റ്റോറി ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ BJPക്കെതിരെ അല്ലെങ്കിൽ RSSനെതിരെ നല്ലൊരു രാഷ്ട്രീയ സമരം നടത്തേണ്ട, രാഷ്ട്രീയ മുന്നേറ്റം നടത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ എത്ര എണ്ണം കിട്ടിയിട്ടും ഈ ഇടതുപക്ഷം അത്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഒരു ശക്തമായ ഒരു വിഷയം? അല്ല, അത് ഈ ഇപ്പൊ കേന്ദ്ര അവഗണന എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ. പണ്ടൊക്കെ എത്രത്തോളം വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് എന്ത് സമരം നടത്തിയിട്ടുണ്ട്? അതാ കഴിഞ്ഞു, ആ മാർച്ചോട് കൂടി കഴിഞ്ഞു. കേസിന് പോകുന്നു, നിയമപരമായി ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു ലൈൻ. അല്ലാതെ അവർ തന്നെ ഭരിക്കുന്നു, ഇവിടെ സമരം ചെയ്തിട്ട് എന്ത് കാര്യം? ഇവിടെ അല്ലെങ്കിൽ ലോക്ഭവൻ വരെ ഒരു മാർച്ച്. എനിക്ക് തോന്നുന്നത് PM ശ്രീയിൽ എന്തൊക്കെയോ വിട്ടുവീഴ്ച ചെയ്തു എന്നൊക്കെ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഭേദഗതി നിയമം അതുപോലുള്ള ഒരു വൈകാരിക വിഷയം അല്ല ഈ പറഞ്ഞ ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഈ കേന്ദ്ര ഇതൊരു വൈകാരിക വിഷയമാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ SFI എവിടെയോ ഫെസ്റ്റ് നടത്തിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെതിരെ MSF, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം MSFൽ നിന്ന് വന്നു. കാരണം നമ്മൾ പിന്നെ ലീഗും അതുപോലുള്ള MSFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ പോഷക സംഘടനകൾ ഇതിനെ അനുകൂലിക്കേണ്ടതാണല്ലോ. പക്ഷേ SFIയുടെ സമരം അതിര് കടന്നു പോയി. വെറുതെ നമ്മൾ ഹിന്ദുക്കളെ ഒക്കെ പിന്നെ എന്താണ് പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. MSFന്റെ പ്രതിഷേധത്തിലൂടെ വന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സ്വരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2015 ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. ബീഫിനെതിരെ കേരളത്തിൽ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറയുന്ന രീതിയിൽ വലിയ പ്രചരണം വന്നു. അതിനെതിരെ കേരളത്തിൽ വലിയ പ്രതിരോധമുണ്ടായി. DYFIയും SFIയും CPMഉം ഒക്കെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയൊക്കെ ചെയ്തു. അത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇപ്പുറത്തേക്ക് വരുന്നതിന് അത് പിന്നെ 2016 ഒക്കെ ഗുണം ചെയ്തു. അത്തരം ഒരു രാഷ്ട്രീയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ MSF. ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ കുറച്ച് ബുദ്ധിയും ഇവരുള്ളത് കൊണ്ടായിരിക്കും ഞാൻ അത് കണ്ടില്ല. കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. അവരതിന് മറുപടി പറയാൻ നിന്നില്ല. ആ ഒരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും BJP. ഈ വിഷയം ഇപ്പോൾ പിടിക്കേണ്ടതിന്റെ കാരണം ഒന്ന് ജമാഅത്ത് ഇസ്ലാമി വെച്ചിട്ട് ഒരു അറ്റാക്ക് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ UDF പോയിന്റിൽ ഒരു അറ്റാക്ക് CPMന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇപ്പുറത്തേക്ക് ഒരു സമരം കൂടി CPM നടത്തുകയാണെങ്കിൽ CPMന് എപ്പോഴും എനർജി നൽകുന്നത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എപ്പോൾ ശക്തമായ സ്ട്രോങ് ആയ നിലപാടെടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഇടതുപക്ഷത്തിന് അതിന്റെ മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാലൻസ് തെറ്റിപ്പോകും. വല്ലാത്തൊരു ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രമല്ല മതരാഷ്ട്രവാദത്തെയാണ് കൃത്യമായി എതിർക്കുന്നത്. മതരാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ അതിനകത്ത് ഈ ബാലൻസ് അല്ലെങ്കിൽ ഈ തുലനം പാലിക്കണം എന്നുള്ളത് ഇന്ന് വരെ കണ്ടല്ലാത്ത CPM അങ്ങനെ കാണിക്കുന്നത്. രണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ബാലൻസ് കെ നായർ സ്വാഭാവികമായിട്ട് എനിക്ക് വേറെ കാര്യം, ബീഫ് എന്നൊക്കെ പറഞ്ഞ വൈകാരികമായ പ്രശ്നമാണ്. അത് ബീഫ് സ്ഥിരമായി കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനകത്ത് പറ്റിയില്ലെങ്കിൽ ഉള്ളിക്കറിയിലും കഴിക്കണം. അത് സ്വാഭാവികമായിട്ടും ശ്രമിക്കുന്ന കാര്യമാണ്. അപ്പം ബീഫിനെ കുറിച്ച് കേരളവും ബീഫും തമ്മിലുള്ള ഈ ആത്മബന്ധം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആരോ ആണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ കറക്റ്റ് ആണ് കേട്ടോ. വെറുതെ കൊടുത്താൽ പിന്നെ പൊറോട്ട അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെ ബലം പ്രയോഗിച്ച് ഇപ്പം അതിന്റെ ഒരു സജഷൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളായിട്ട് വരുന്നവർ പോലും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കാം. അത് നമ്മുടെ ഇക്കോണമിയെ ആ രീതിയിൽ ബാധിക്കാം. ഭാഗത്തിന് ദേശീയ പുരസ്കാരമാണ് കിട്ടിയത്. ഇതൊക്കെ ആകുമ്പോഴും ഇന്ത്യ ബീഫ് കയറ്റുമതിയിൽ ഏതാണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. UP നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി. ബീഫ് കയറ്റുമതിക്കാരായ പ്രധാന വ്യാപാരികളെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ള കാര്യമാണ് മറ്റൊന്ന്. ഒമാനുമായിട്ട് ഹലാൽ ബീഫ് കയറ്റിയേക്കുന്ന കാര്യത്തിൽ കരാറുണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. അതുകൂടി നമ്മുടെ ഇതിന്റെ കൂടെ കാണണം എന്ന്. ഇത് പക്ഷേ കേരളത്തെ കുറ്റപ്പെടുത്തുന്നതിന്, കേരളത്തിന്റെ ഇമേജ് മോശമാക്കുന്നതിന്, പല കാര്യങ്ങളിലും നമ്പർ 1 ആയി നിൽക്കുന്ന സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ക്ലിയർ ആണ്. പക്ഷേ അതിന്റെ ഇത് ആ രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അത് തർക്കവും. ഈ സിനിമയൊക്കെ സെൻസറിങ്ങിന് വരുമ്പോൾ സെൻസർമാരായിരുന്നു ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അല്ല, ജനനായകൻ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല, വിജയുടെ സിനിമ വെളിച്ചം കണ്ടിട്ടില്ല. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു. പക്ഷേ ഇതിനൊക്കെ വളരെ തെരഞ്ഞെടുപ്പിൽ അതൊരു ചർച്ചയാവുന്നു.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് സാധാരണ എല്ലാ സീറ്റുകളും വളരെ പ്രധാനപ്പെട്ട ഒന്നായും കാണുന്ന സ്ഥിതിക്ക് ഇത്തവണ അവർ ഒരു പ്രത്യേക അജണ്ട എന്നുള്ളത് സംസ്ഥാനത്തെ സംവരണ മണ്ഡലങ്ങൾ 16 സംവരണ മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നിലവിൽ അതിൽ ഒരു സീറ്റിൽ മാത്രമേ UDF ജയിച്ചിട്ടുള്ളൂ. കാലാകാലങ്ങളായി സംവരണ മണ്ഡലങ്ങളിൽ UDF വളരെ 1-2 നാമമാത്രമായ സീറ്റുകൾ ജയിക്കുകയുള്ളൂ. LDFും CPMുമാണ് CPIയും ആണ് പല സീറ്റുകളിലും വിജയിക്കുന്നത്. ഇത്തവണ നമ്മുടെ സ്ഥിരമായി മലപ്പുറത്ത് ജയിക്കുന്ന വണ്ടൂർ അനിൽകുമാറിൻ്റെ സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 15 സീറ്റിലും LDF ആണ്. ഒരു ST സീറ്റുണ്ട്, അത് മാനന്തവാടിയാണ്. അത് ജയലക്ഷ്മി കഴിഞ്ഞ 2 തവണയായി മത്സരിച്ച് തോറ്റു. അപ്പോൾ ഇത്തവണ ഈ സീറ്റുകൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ അവർ നടത്തുകയാണ്. അതിലൊന്ന് നമ്മളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒന്ന് തന്നെയാണ് ഈ സണ്ണി കപ്പിക്കാടിനെ പോലുള്ള ഈ ദളിത് ആക്ടിവിസ്റ്റുകളിൽ ആരെങ്കിലും ഒരാളെ ഒരു സീറ്റിൽ മത്സരിക്കുന്നതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രാദേശികമായ എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു മെസ്സേജ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അംബേദ്കർ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഗാന്ധിക്കെതിരായിട്ടും ഗാന്ധിക്കെതിരായിട്ടും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാവും. അത് പക്ഷെ അവർ കാണുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ദളിത് സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം, പുരോഗമന ചിന്താഗതിക്കാരായ ആക്ടിവിസ്റ്റുകൾ, ഇവർക്കൊക്കെ ഒരു UDF ഒരു ആശ്രയമാണ്, നിങ്ങൾ ഇടതുപക്ഷത്തിന് ഒരു ബദലുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയ മൂവാണ്. നല്ല മൂവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരുപക്ഷെ വൈക്കത്ത് എന്നെ സണ്ണി കപ്പിക്കാടും മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് 2 കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കുന്നത്തുനാട്ടിൽ VP സജീന്ദ്രൻ ഒരു തവണയാണ് തോറ്റത്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു. അവിടെ കഴിഞ്ഞ തവണ നമ്മുടെ CPMന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കുന്നത്തുനാട് ഇപ്രാവശ്യം എളുപ്പമാവില്ല, കാരണം 2020 NDA പ്ലസ് ആവും. അതെ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും LDF 3-ാം സ്ഥാനത്താണ്. കാരണം അവിടെ 2020 വളരെ 40,000 വോട്ട് കഴിഞ്ഞവണ് 2020 പിടിച്ചതുകൊണ്ടാണ് CPM സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇപ്പൊ 2020 NDAയിലേക്ക് പോകുന്നുണ്ട്. അതിനകത്ത് കൂടുതലും ക്രിസ്ത്യൻ വിഭാഗം ഉണ്ട്, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്ന. അവരെല്ലാം ഈ NDA പ്രവേശത്തിൽ വളരെ എതിർപ്പുള്ളവരാണ്. അപ്പൊ അവർ ഇത്തവണ അതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള ഒരു അത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, കുന്നത്താണിലെ MLA ഇപ്പോഴത്തെ ശ്രീനിജൻ അവിടെ ഇവർക്കെതിരെ 2020 വലിയ ഫൈറ്റ് നടത്തുന്ന ഒരു MLA ആണ്. അപ്പോൾ ആ വോട്ട് ശ്രീനിജന് കിട്ടുമോ, കോൺഗ്രസിലേക്ക് വന്ന് VP സജീന്ദ്രൻ ജയിക്കുമോ എന്നുള്ളതാണ്. മറ്റൊന്ന് ജയലക്ഷ്മി 2 തവണ മത്സരിച്ച സ്ഥിതിക്ക് ആ സീറ്റ് അവിടെ പുതിയ സ്ഥാനാർത്ഥി വരും എന്നാണ്. ST സംസ്ഥാനത്തെ ഏക ST മണ്ഡലമാണ്. ബാക്കി പല മണ്ഡലങ്ങളും കുത്തക LDF മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ എങ്ങനെ വിജയിക്കാൻ കഴിയും? അപ്പോൾ എന്ന് പറഞ്ഞാൽ ആനുപാതികമായി ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഈ മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ മറ്റ് പൊതുവിഭാഗങ്ങൾക്കാണ് വോട്ട് കൂടുതലുള്ളത്. അപ്പോൾ വിഭാഗങ്ങൾക്ക് കൂടി സ്വീകാര്യതയുള്ള മുൻനിര നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ, അവരുടെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാക്കളെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് ഇപ്പോൾ ഇന്നലെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് അത് പങ്കുവയ്ക്കുകയുണ്ടായി. കേരള രാഷ്ട്രീയത്തിലെ അതിദയനീയമായ ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ രസകരമെന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി BJP 36 മണ്ഡലങ്ങളിൽ അതീവ ശക്തരായ പാർട്ടിയാണ്. പക്ഷേ ഈ 36 സ്ഥാനാർത്ഥികളെ എടുക്കാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയ അവസ്ഥ. ദാരിദ്ര്യം. അതായത് നമ്മൾ കണക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നേമം, വട്ടിയൂർക്കാവ് ഈ 2ഇടത്തും 1-ാം സ്ഥാനത്താണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ഏകദേശം 7000 വോട്ടാണ് 2ഇടത്തും ഇവർക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ആര് നിന്നാലും ഈ തദ്ദേശ വോട്ടുകളാണ് കിട്ടുന്നെങ്കിൽ 2 MLA ഉറപ്പാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് 34 മണ്ഡലങ്ങളിൽ അതിൽ കുണ്ടറയുണ്ട്, അതിൽ കായംകുളമുണ്ട്, അതിൽ ഹരിപ്പാടുണ്ട്, അതിൽ മലമ്പുഴയുണ്ട്, അതിൽ പാലക്കാടുണ്ട്. ഇങ്ങനെ 34 മണ്ഡലങ്ങളിൽ BJP 40,000-ത്തിലധികം വോട്ട് പിടിച്ചിരിക്കുകയാണ്. ചിലത് BDS കൊടുക്കണമല്ലോ. അതെ, കുറച്ച് കൊടുക്കണം. അല്ല, എന്നാലും BJPക്ക് ഇത്രയും നല്ല ഒരു നേട്ടം അല്ലെങ്കിൽ വേരോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്നിട്ടും എന്താ ഇവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയി എന്നുള്ളത്. അത് മറ്റു ചില സ്ഥലങ്ങളിൽ തീരെ കിട്ടാതെ വരുന്നതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അത് പിടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയും അവർക്ക് അതേ രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു നേട്ടം ഇത്രയും 34 സീറ്റുകൾ അല്ലെങ്കിൽ 36 സീറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ 8 സീറ്റ്
ആ 8 സീറ്റ് വിജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനയുക എന്നുള്ളതാണ് അവരുടെ നീക്കം. അതനുസരിച്ച് BJP അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞാൻ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതല്ല കേട്ടോ, താഴെ തട്ടിലെ വരെയുള്ള മെഷീനറി, അതിന് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് താഴെ തട്ട് വരെ അതിനകത്ത് പണം കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രവർത്തകരെല്ലാം ഒന്നിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വർക്കുകളെല്ലാം അവർ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്നത്. സ്ഥാനാർത്ഥികൾ ഇതിന് പറ്റിയതില്ല. അല്ല, അത് LDF-ലും UDF-ലൊക്കെ അന്വേഷിച്ചോ? അതാണ് ഇനിയും വേണ്ടത്. നമ്മൾ ഒരുപക്ഷെ നമുക്ക് കൊട്ടാരക്കരയിൽ ഒരാളിനെ കിട്ടിയില്ലേ അവർക്ക്? 2020-ടെയാണ്. അതിനകത്ത് രശ്മി കൊട്ടാരക്കര മത്സരിക്കുന്ന കാര്യം സംശയമാണ്. അതൊന്നും മാറുവാണ്. അതായത് ഇത് അവിടെ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അഖിൽ മാരാർ, അദ്ദേഹമാണ് എത്തുന്നത്. അപ്പം അഖിൽ കൊട്ടാരക്കര മത്സരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അതല്ല, വട്ടിയൂർക്കാവ് സീറ്റിൽ മത്സരിക്കാൻ BJP ഇതുവരെയും ആളെ കണ്ടെത്തിയിട്ടില്ല. ഒരു കാര്യം, പല മണ്ഡലങ്ങളിലും നേരത്തെ തീരുമാനിച്ചിരുന്ന നേതാക്കളെ അവരെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള A++ മണ്ഡലങ്ങളിൽ പോലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകാന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ പുതുമുഖങ്ങളെല്ലാം കൂടുതൽ പരീക്ഷിക്കുക, അടുത്ത തവണ അവർക്ക് ആ മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതനുസരിച്ചാണ് പോകുന്നതും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ശോഭാ സുരേന്ദ്രനെ 6 മണ്ഡലങ്ങൾ മാടി വിളിക്കുകയാണ്. ശോഭ വരണം, ശോഭ ജയിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. പക്ഷേ ആ ശോഭ പാലക്കാടില്ല. പാലക്കാട്ടെ BJP-ക്കാർ ശോഭ ഈ അയലത്ത് കയറരുത് എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. അവിടെ തന്നെ നോക്കണം, മലമ്പുഴ VS അച്യുതാനന്ദൻ ജയിച്ചുകൊണ്ടിരുന്ന മലമ്പുഴയിൽ ഇത്തവണ വിജയപ്രതീക്ഷയായിട്ടാണ് അവർ കൃഷ്ണകുമാറിനെ ഇറക്കുന്നത്. അപ്പോൾ അവിടെ 1-2 ഇപ്പോൾ എത്ര സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഇതുവരെ BJP-യുടെ കേട്ടതെന്ന് നോക്കുക. അതിൽ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിയമത്താണ്. വി മുരളീധരനുണ്ട്. പിന്നീട് VV രാജേഷ് മേയർ ആയതുകൊണ്ട് ഇത്തവണ മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാൻ വേണ്ടി PS ശ്രീധരൻപിള്ളയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഗവർണർ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുമെങ്കിലും PS ശ്രീധരൻ ഒരു പക്ഷേ തിരുവല്ലയിലോ ചെങ്ങന്നൂരോ കഴിയാണ്. അത് 10 പേരിൽ നമ്മൾ അറിയപ്പെടുന്ന നേതാക്കൾ, ബാക്കിയെല്ലാം സാധാരണക്കാരായ പ്രവർത്തകർ. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ വേണ്ടത്? പാലക്കാട് ഇത്തവണ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതിനെതിരെ BJP ഒരു വുമൺ കാൻഡിഡേറ്റിനെ, അതും കേരളം ഒട്ടാകെ പ്രൊഫൈലുള്ള ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും അതെ വോട്ട് കൂട്ടുന്ന വനിതാ നേതാവാണ്. വോട്ട് കൂട്ടുന്ന വനിതാ നേതാവിനെ നിർത്തിയാൽ എന്തൊരു ഇമേജ് ആയിരിക്കും BJP-ക്ക്? അത് പാലക്കാട്ടെ BJP-യുടെ പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, അവിടെ പ്രമീള നിൽക്കുന്ന സമയത്തും അവിടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കെതിരെയും അവിടെ ശക്തമായ എതിർപ്പുണ്ട്. പക്ഷെ എന്റെ വിഷയം ഇതൊന്നുമല്ല, BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളെ വേണം. ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ടി വരും. അതെ, പണ്ട് സുരേന്ദ്രൻ അതുകൊണ്ടായിരിക്കും 2 ഒരേ സമയം മത്സരിച്ചത്. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് BJP-യുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണി, ഒന്നുമില്ല, ഈ സ്ഥാനാർത്ഥി ക്ഷാമം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പറവൂരിലെ LDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? ഇതുവരെ CPI ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അതിന്റെ സാധ്യതാ പട്ടികയിൽ പോലും അവിടെ എടുത്തു പറയാൻ ആളുകളില്ല എന്നാണ് നമ്മുടെ ഇടതുപക്ഷത്തിന് ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പോ എത്രയോ തെരഞ്ഞെടുപ്പുകളായി VD സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥാനാർത്ഥികളും 2001 അതെ 2001 അങ്ങനെ പല സ്ഥാനാർത്ഥികൾ പന്നിൻ രവീന്ദ്രൻ വരെ മത്സരിച്ചു. ഇത്തവണയും ഒരു നല്ല സ്ഥാനാർത്ഥിയെ കൊടുത്ത് VD സതീശൻ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകാതെ പറവൂരിൽ തന്നെ തളച്ചിടാനെങ്കിലും പറ്റണം. തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തളച്ചിടാനെങ്കിലും പറ്റണം. അതിന് പോലും പറ്റുന്ന സ്ഥാനാർത്ഥി ഇല്ലേ? ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ? ഇതുവരെ CPI-യുടെ പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ ഇത്തരം പേരുകളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും പൂരം കലക്കലിന്റെ വിഷയമായിട്ട് തൃശ്ശൂർ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് സുനിൽകുമാർ. മാത്രമല്ല അവിടുത്തെ CPM ജില്ലാ നേതൃത്വമൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സീറ്റ് ഏറ്റെടുക്കണം. അവിടെ നല്ല ഫൈറ്റ് സതീശനെതിരെ കൊടുക്കണം. സതീശന്റെ കാര്യത്തിൽ CPM-ന് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടല്ലോ. പക്ഷെ ആ താല്പര്യം CPI-യിൽ കാണുന്നില്ല എന്നുള്ളൊരു സംശയമായിരിക്കാം ചിലപ്പോൾ CPM-നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ ഒരു സാധ്യത പരിഗണനാ പട്ടികയിൽ പോലും അവിടെ പേരുകൾ വന്നിട്ടില്ല സതീശനെതിരെ. ഈ പറവൂർ സീറ്റ്, ഹരിപ്പാട് സീറ്റ്, ഈ 2 സീറ്റുകളിൽ BJP എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഹരിപ്പാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് ഹരിപ്പാട് മത്സരിക്കുന്ന BJP തന്നെയാണല്ലോ. ഇവിടെ പക്ഷെ 2 തവണയായിട്ടും BDJS പറവൂരില്ലേ. പറവൂരിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഇപ്പോൾ രാഷ്ട്രീയ വളർച്ച ഇല്ലേ BJP-ക്ക്? BJP-ക്ക് ഉണ്ട്. പക്ഷേ BDJS-ന് നല്ല വോട്ടുള്ള മണ്ഡലമാണ് അവിടെ.
ഈഴവ വോട്ട് കൈവശപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടായിരിക്കും എനിക്ക് തോന്നുന്നു BDJS സീറ്റ് കൊടുക്കുന്നത്. പക്ഷേ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. അവിടെ CPIക്ക് ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിഗംഭീരമായി അവിടെ നടക്കുന്നുണ്ട്. എറണാകുളത്തെ CPIയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. അവരുടെ ആ തലത്തിലുള്ള മാർഷലും ഉണ്ണിയും രണ്ട് മുന്നണികളിലായിട്ടുള്ള സ്ഥാനാർത്ഥി ക്ഷാമത്തിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഒരു ക്ഷാമവുമില്ല. വീണ്ടും കാണാം നാളെ രാഷ്ട്രീയ വൃത്തത്തിൽ.